അത്രയും ദീർഘദർശനം ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനം ഇന്ന് 21ാം സ്ഥാനത്തിലേക്ക് മാറാൻ എന്താ കാരണം? എന്താ ഉറക്കം വരുന്നു. എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് ആരെങ്കിലും ഇവിടെ കൊണ്ടുവന്നാൽ അതിനെ എങ്ങനെയെങ്കിലും ഇതൊക്കെ എന്ത് ആളവിടെ മോശക്കാരനാക്കി ഇവിടെ നിന്ന് പറഞ്ഞയക്കുന്ന ഒരു അജണ്ട. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. നമ്മുടെ രാജ്യത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നാൽ ഇതേമാതിരി മാനസികമായി പീഡിപ്പിക്കുകയും വലിയൊരു പ്രശ്നമാണിത്. അല്ല, അവിടെ അധ്വാനിച്ച് കാശ് കൊണ്ടുവന്നിട്ടാണ് ഇവിടെ ഇറക്കുന്നത്, അല്ലാണ്ട് ഇവിടെ തന്നെ ഉണ്ടാക്കിയിട്ട് ഇറക്കണമില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്നവരാണ്. ആ ഭരണഘടന അനുസരിച്ച് ജീവിക്കേണ്ടവരാണ്, ജീവിക്കുന്നവരാണ്. അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. നിയമങ്ങൾ മാറ്റപ്പെടാത്ത നിയമം ഉണ്ടെങ്കിൽ ആ നിയമത്തിനനുസരിച്ച് മാത്രം ചെയ്ത് RDPയുടെ തൊലി ഒരിക്കുകയാണ് ഉത്തമ. സഹിക്കുക, അല്ലാതെ എന്ത് ചെയ്യാം? നമ്മളിവിടെ ചെയ്താൽ മാത്രമേ കേരളം ഈ 21ൽ നിന്ന് 10ലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് തൃശ്ശൂരിൽ നിന്ന് നേരെ എറണാകുളത്തേക്ക് വരുമ്പോൾ എത്രയോ ഫാക്ടറികൾ ഉണ്ടായിരുന്നു. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ആ ഫാക്ടറികളൊക്കെ ഒന്ന് എവിടെ പോയി? അതൊന്നും എനിക്കറിയാൻ മേല. എത്ര ആയിരം ആളുകൾക്ക് ജോലി കിട്ടേണ്ട ഫാക്ടറികളായിരുന്നു അത് ഇപ്പം മോഡേണൈസ് ചെയ്തുകൊണ്ട് മറ്റ് സ്റ്റേറ്റുകളിലേക്കാണ്. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെ മുന്നിലും കേരളം നാണം കെടും. വലിയ ഫാക്ടറികൾ എല്ലാം പൂട്ടിപ്പോവുകയും വേറെ സ്റ്റേറ്റിലേക്ക് പോവുകയും ചെയ്തു. ഫാക്ടറി പൂട്ടാൻ സർക്കാർ ഉത്തരവായി. നമ്മളെല്ലാവരും ആ സമയത്ത് ഗൾഫിലേക്ക് ആൾക്കാരെ എക്സ്പോർട്ട് ചെയ്യേണ്ട സ്ഥിതിഗതികളെ പറ്റി ചിന്തിച്ചു. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാൻ. അവർ ഫ്യൂച്ചർ ജനറേഷൻ വളരെ എഡ്യൂക്കേറ്റഡ് ആണ്. ബോയ്സ് ആൻഡ് ഗേൾസ്, അവർക്ക് ജോലി വേണം. നിങ്ങൾ അതിന് കിടക്കുന്നു. അല്ല സുഹൃത്തെ, നിങ്ങളെപ്പോലെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലെ എന്തെങ്കിലും കാരണം പറഞ്ഞു റെസീറ്റ് ബുക്കുമായിട്ട് ഇറങ്ങും. പലരും ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്നതും പണം തരുന്നതും പേടിച്ചിട്ടാ. ഉപദ്രവം ഉണ്ടാക്കാൻ നിങ്ങൾ മതിയല്ലോ ധാരാളം. ഇപ്പം ഗൾഫിനെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ യങ് ജനറേഷൻ വരെയാണ്. അവർക്ക് ജോലി കൊടുക്കേണ്ട ചുമതല അവിടുത്തെ രാജകുടുംബ ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. അംഗങ്ങൾക്കും അവിടുത്തെ ഭരണകർത്താക്കൾക്കുമാണ്. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുന്നത് നമ്മളാണ്. തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോൾ നാടിന്റെ തലയെഴുത്ത് തേയും. അത് കേരളത്തിന്റെ വിധി.